ആന്റണി സാർ, നാളെ ആലപ്പുഴ എക്സൈസുമായി ബന്ധപ്പെട്ട വലിയൊരു ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട്. തസ്ലിമ സുൽത്താനയുടെ കേസുമായി ബന്ധപ്പെട്ട ഹൈബ്രിഡ് കഞ്ചാവ് കേസ്. അതിൽ ഈ ശ്രീനാഥ് ഭാസിയെയും ഷൈൻ ടോം ചാക്കോയെയും വിളിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പാലക്കാടുള്ള ഒരു മോഡലിനെ കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് എക്സൈസ് കണ്ണി ചേർത്തിട്ടുണ്ട്. അവരെ കൂടി വിളിച്ചുകൊണ്ടുള്ള ചോദ്യം ചെയ്യലുണ്ട് നാളെ. അപ്പോൾ വളരെ കൃത്യമായി സിനിമാ മേഖലയിൽ നടക്കുന്ന ഈ ലഹരി ഇടപാടുകളെക്കുറിച്ച് ഒരു ചിത്രം നമുക്ക് മുന്നിൽ കിട്ടേണ്ടതല്ലേ യഥാർത്ഥത്തിൽ? അത് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഈ ആലപ്പുഴയിൽ പിടിച്ച ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ തസ്ലിമ വെളിപ്പെടുത്തൽ, തസ്ലിമയുടെ മൊഴികളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളാണ്. അതിലിപ്പം പാലക്കാട് നിന്നുള്ള മോഡലും മാത്രമല്ല, സിനിമയിൽ ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ പറ്റിയുള്ള വിവരങ്ങൾ മിക്കവാറും എക്സൈസിന് ലഭിച്ചിട്ടുണ്ടാവും. പക്ഷേ ആധികാരികമായിട്ടോ അല്ലെ അടിസ്ഥാനപരമായിട്ടോ തെളിവുകളില്ലാതെ ഇവർക്കെതിരായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പം ഈ ആളുകളെ ഒരുമിച്ച് നിർത്തി ചോദ്യം ചെയ്യുമ്പോൾ വ്യക്തമായ തെളിവുകൾ എക്സൈസിന് ലഭിക്കും. അപ്പോൾ ആ കിട്ടുന്ന ഇൻഫർമേഷനെ മറ്റു തെളിവുകൾ കൂടെ ശേഖരിച്ചു കഴിഞ്ഞാൽ അവരുമായി, അതായത് ഈ തസ്ലിമയുമായോ അല്ലെങ്കിൽ അവർ ഉൾപ്പെടുന്ന മാഫിയയുമായിട്ടോ ബന്ധപ്പെട്ട ആരൊക്കെ സിനിമാ മേഖലയിലോ അല്ലെങ്കിൽ പൊതുമേഖലയിലോ ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ അവരെ കണ്ടെത്താൻ സാധിക്കും. അത് നല്ലൊരു ശ്രമമാണ്. ഇപ്പോൾ പോലീസ് എക്സൈസ് നടത്താൻ പോകുന്നത് നല്ല ശ്രമമാണ്. നമുക്കതിനായിട്ട് കാത്തിരിക്കാം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കട്ടെ, കൂടുതൽ ആളുകൾ പിടിക്കപ്പെടട്ടെ. അതല്ലെങ്കിൽ ഇത് എല്ലാവരും മൂടി വെച്ച് പോവുകയാണ്. ഇപ്പം സംഘടനകൾ തന്നെയെന്ന് പറഞ്ഞ് നമുക്കറിയാം, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് സിനിമയെ നിയന്ത്രിക്കുന്നത് പവർ ഗ്രൂപ്പുകളാണെന്ന് പറയുന്നുണ്ട്. അപ്പം ഈ സംഘടനയെ പോലും അതൊക്കെ എന്താണ്, സംഘടനയ്ക്ക് നിഷ്പക്ഷമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ സാധിക്കുമെന്നൊന്നും നമുക്കറിഞ്ഞുകൂടാ. അപ്പോൾ ഇപ്പോൾ ഒരു ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്നത് മുമ്പ് മുതൽ 10 വർഷം മുമ്പ് തന്നെ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കൊക്കൈൻ കേസിൽ ഉൾപ്പെട്ട ആളാണ്. അപ്പം ആ കാലഘട്ടം തൊട്ട് ഇന്ന് വരെ ഇത് സിനിമാ മേഖലയിൽ ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. അത് മാത്രമല്ല, സിനിമാ മേഖലയിലല്ല, പൊതുമേഖലയിൽ നമ്മുടെ സ്കൂൾ കുട്ടികളുടെ ഇടയിൽ പോലും ഇത് വന്നിരിക്കുന്നു. മിഠായിയുടെയോ അല്ലെങ്കിൽ ചോക്ലേറ്റിൻ്റെയോ രൂപത്തിൽ വന്ന് ചെറിയ 8ാം ക്ലാസ്സോ അല്ലെങ്കിൽ 7ാം ക്ലാസ്സോ ഉള്ള കുട്ടികളിലേക്ക് അത് പ്രവേശിച്ചിരിക്കുന്നു നമ്മൾ കാണുന്നുണ്ട്. വളരെ അധികം ഗൗരവതരമായിട്ടുള്ള വിഷയമാണ്. സമൂഹം ഇതിനെ ഏറ്റെടുക്കുന്നു. ഗവൺമെന്റും പോലീസും എക്സൈസും അതിന്റെ ബന്ധപ്പെട്ട എല്ലാ മേഖലകളും ഇതിൽ ചലിച്ചു തുടങ്ങി, അല്ലെങ്കിൽ അത് ഗൗരവമായിട്ട് കണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് വളരെ സാധാരണമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നാളെ ഇപ്പം ആ എക്സൈസ് കേസിൽ എന്തൊക്കെയാണ് പുതിയ വെളിപ്പെടുത്തലുകൾ വരാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അത് മാത്രമല്ല, ഇപ്പൊ ഇവരുടെ ഭാഗത്തു നിന്നും ഇവർക്ക് എവിടെ നിന്ന് ലഭിച്ചു? ഇപ്പോൾ ഒരു ഇടനിലക്കാരൻ, എറണാകുളം സ്വദേശിയായിട്ടുള്ള ഇടനിലക്കാരനാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് പറഞ്ഞിരിക്കുന്നു. ഇപ്പൊ ഈ പറഞ്ഞ സംവിധായകർക്ക് വിതരണം ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിലേക്ക് പോലീസ് അന്വേഷിച്ചതിന്റെ വേരുകൾ മാന്തി അല്ലെങ്കിൽ വേരുകൾ തേടി പോകുമ്പോഴാണ് നമുക്ക് ഇത് പിടിക്കപ്പെടുമെന്നുള്ളൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ ഇവരൊക്കെ ഇതിൽ നിന്ന് പിന്മാറി നിൽക്കും. പലപ്പോഴും നമ്മളിപ്പോൾ ഈ പറയുന്ന ഒരു മാഫിയയാണ് ഇതിന്റെ പിന്നിൽ. എവിടെയാണോ ഡിമാൻഡ് ഉള്ളത് അവിടെ സപ്ലൈ ഉണ്ടാവും, നമ്മൾ സാധാരണ പറയും പോലെ തന്നെ. കാരണം ആവശ്യമുണ്ടെന്നുള്ളതാണ് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും സമൂഹത്തിൽ മറ്റിടങ്ങളിലുമൊക്കെ. കേരളം അതിനെ പറ്റിയ ഒരു സ്ഥലമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഈ മാഫിയകൾ. അപ്പോൾ അവിടെ വിറ്റഴിക്കാനായിട്ട് നമ്മൾ ഈ ചെയ്യുന്ന ചർച്ച പോലും അതിന് ഒരു മറുവശമുണ്ട്. കാരണം മയക്കുമരുന്നിനെ ഒരു പരിധിവരെ അതിലേക്ക് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അതിലേക്ക് പ്രോത്സാഹിപ്പിക്കുക, അല്ലെങ്കിൽ അവരത് വിജയിക്കുന്നുണ്ട്. മയക്കുമരുന്ന് നിരോധിച്ച സാധനമായതുകൊണ്ട് പത്രത്തിലോ ടി വിയിലോ ഒന്നും പരസ്യം കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അതിന്റെ ഒരു പരസ്യം പോലെയാണ് നമ്മളിപ്പോൾ ഈ പറയുമ്പോൾ പോലും അതില് അങ്ങനെയുള്ള ഒരു തിരിച്ചറിവ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം വലിയൊരു ബിസിനസ്സാണ്. അവസാനമായി അങ്ങയിലേക്ക് വളരെ കൃത്യമായി നമുക്കറിയാം, കേരളത്തിലെ ആദ്യത്തെ കൊക്കൈൻ കേസ് ഉണ്ടാകുന്നത് 10 വർഷം മുമ്പാണ്. അപ്പോൾ ഈ 10 വർഷത്തെ ഒരു കാലയളവ് എടുത്തു നോക്കിയാൽ പോലും വളരെ കൃത്യമായി സിനിമാ മേഖലയിൽ ഇങ്ങനെ ഈ ലഹരിയുടെ വലിയ വ്യാപനമുണ്ട്. വളരെ കൃത്യമായി സിനിമാ പ്രവർത്തകർക്കൊക്കെ വളരെ കൃത്യമായി അറിയാം. പക്ഷേ കൃത്യമായ വിവരങ്ങൾ കൃത്യമായ ആളുകളിലേക്ക് നൽകാൻ കഴിയുമോ എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം. എന്നാണ് 15 or 20 വർഷങ്ങൾക്ക് മുമ്പ് എന്നാണോ അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ വന്നോ അവരെ അതിഥി തൊഴിലാളികളായിട്ട് സ്വീകരിച്ചോ അവർക്ക് വേണ്ടി കൊണ്ടുവന്ന ലഹരിയാണ് ഇന്ന് കേരളം മുഴുവൻ വ്യാപിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് പെരുമ്പാവൂരൊക്കെ പോയാൽ അറിയില്ല, നടു റോഡിലാണ് മദ്യപാനം, ചോദിക്കാനും പറയാനും ആരുമില്ല. പെണ്ണുങ്ങൾ ഡോറുകൾ തുറക്കുന്നില്ല വീടുകളുടെ. അങ്കമാലി ഭാഗത്ത് പോലും പല വീട്ടിലും പെൺകുട്ടികളുള്ള വീടുകളിൽ വാതിൽ തുറക്കാൻ നിവർത്തിയില്ല, ജനൽ തുറക്കാൻ വയ്യ. അവരെ എന്നോട് പരാതിപ്പെട്ടിട്ടുണ്ട്. ഇതാണ് അവസ്ഥ. അപ്പോൾ ഈ അവസ്ഥയെ നമുക്ക് മറികടക്കണം. പ്രത്യേകിച്ചും
സിനിമ എന്ന് പറയുന്നത് സമൂഹ മാധ്യമമാണ്. ആ സമൂഹ മാധ്യമത്തിൽ പടരുന്ന ലഹരി നമ്മുടെ എല്ലാ മേഖലകളിലേക്കും വ്യാപിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മലയാള സിനിമയിൽ ലഹരി പടർത്തുന്നതാര് എന്നതടക്കമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടിയിരിക്കുന്നു.